റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. ബ്രിട്ടീഷ് രാജകുടുംബാംഗവും മുൻ രാജകുമാരനുമായിരുന്ന ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസർ അറസ്റ്റിൽ. എപ്സ്റ്റൈൻ ഫയലുകളിൽ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ആൻഡ്രൂ വിൻസർ അറസ്റ്റിലായത്. 66ാം പിറന്നാൾ ദിനത്തിൽ സാൻഡിഗ്രാം എസ്റ്റേറ്റിലെ വസതിയിൽ നിന്നാണ് തേംസ് വാലി പോലീസ് ആൻഡ്രൂവിനെ അറസ്റ്റ് ചെയ്തത്. ഔദ്യോഗിക രാജപദവി ദുരുപയോഗം ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി. ചാൾസ് രാജകുമാരന്റെ സഹോദരൻ കൂടിയാണ് ആൻഡ്രൂ വിൻസർ. അമേരിക്കയിലെ കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റൈനുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ആൻഡ്രൂവിനെതിരെ അന്വേഷണം നടക്കുകയായിരുന്നു. ട്രേഡ് എൻവോയ് ആയിരുന്ന കാലത്ത് എപ്സ്റ്റൈനുമായി രഹസ്യരേഖകൾ പങ്കുവച്ചു എന്നായിരുന്നു ആൻഡ്രൂവിനെതിരെയുള്ള പരാതി. കൃത്യമായ അന്വേഷണത്തിനും വിലയിരുത്തലിനും ശേഷമാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എപ്സ്റ്റൈൻ ഫയലുകളിൽ നിരവധി ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും നിലവിൽ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത സംഭവത്തിൽ മാത്രമാണ് നടപടിയെടുത്തിട്ടുള്ളത്. എപ്സ്റ്റൈൻ ഫയലുകളിലെ ബന്ധത്തെ തുടർന്ന് കഴിഞ്ഞ വർഷമായിരുന്നു ആൻഡ്രൂവിനെ രാജപദവിയിൽ നിന്ന് ഒഴിവാക്കിയത്. അമേരിക്കൻ നീതിന്യായ വകുപ്പിന്റെ ഏറ്റവും പുതിയ രേഖകളിലും ആൻഡ്രൂവിന്റെ വിവാദ ചിത്രങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ആൻഡ്രൂ ഒരു സ്ത്രീയുമായി അടുത്തിടപഴകുന്ന ചിത്രമായിരുന്നു പുറത്തുവന്നത്. എന്നാൽ ചിത്രത്തിലെ യുവതി ആരാണെന്നോ ഇത് എവിടെ വെച്ചാണെന്നോ പകർത്തിയതെന്ന് വ്യക്തമല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പൊതുജന പിന്തുണ കുറഞ്ഞുവരുന്നതായി കാണിക്കുന്ന സർവേ ഫലം പുറത്തുവിട്ട യാഹു യുഗഫ് സർവേ പ്രകാരം ഡൊണാൾഡ് ട്രംപിനെ 40% അമേരിക്കക്കാരും ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡന്റായി കണക്കാക്കുന്നു. ട്രംപിനെ അംഗീകരിക്കുന്നവരുടെ എണ്ണം വളരെ താഴ്ന്ന നിലയിലും അദ്ദേഹത്തിന് എതിർക്കുന്നവരുടെ എണ്ണം ഉയർന്ന നിലയിലുമാണെന്ന് സർവേ ഫലം സൂചിപ്പിക്കുന്നു. താങ്ങാനാവാത്ത സാമ്പത്തിക പ്രതിസന്ധി, കുടിയേറ്റക്കാർക്കെതിരെയുള്ള ആക്രമണം, അധികാരമേറ്റത് മുതലുണ്ടായിട്ടുള്ള അതിക്രമങ്ങൾ തുടങ്ങിയവയെല്ലാം വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. 3-1 മാത്രമാണ് ട്രംപിനോട് അനുകൂല നിലപാടുള്ളതെന്നാണ് റിപ്പോർട്ട്. 12% പേർ ട്രംപിന്റെ മികച്ച നേതാവായി കരുതുന്നുണ്ട്. 21% പേർ ശരാശരിയേക്കാൾ മികച്ച നേതാവായി കാണുന്നു. മൊത്തത്തിൽ നോക്കിയാൽ 53% അമേരിക്കക്കാരും ട്രംപിനെ ഏറ്റവും വിജയകരമല്ലാത്ത പ്രസിഡന്റുമാരിൽ ഒരാളായാണ് കാണുന്നത്. വർദ്ധിച്ചുവരുന്ന വിമർശനങ്ങളും താഴ്ന്ന സപ്പോർട്ട് റേറ്റിംഗുകളും ട്രംപിനെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും പരിഭ്രാന്തരാക്കുന്നുണ്ടെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. 2026 ഇടക്കാല തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നും കോൺഗ്രസിന് സമ്പൂർണ്ണ നിയന്ത്രണം നഷ്ടപ്പെടുമെന്നും ട്രംപ് അനുയായികൾ ഭയക്കുന്നുമുണ്ട്. ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചടി നേരിടുമെന്നാണ് തുടർച്ചയായുള്ള സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. കൂടാതെ യാഹു യുഗഫ് സർവേയിൽ ട്രംപിന്റെ അംഗീകാര നിരക്ക് 38% എക്കാലത്തെയും താഴ്ന്ന നിലയിലാണെന്നും എതിർപ്പ് 58% എക്കാലത്തെ ഉയർന്ന നിലയിലാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. വ്യവസ്ഥകൾ പാലിച്ചില്ലെന്ന കാരണത്താൽ തമിഴ്നാട് വഖഫ് ബോർഡിന്റെ പ്രവർത്തനം നിർത്തിവെച്ച മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ബാഗ്ജി വിപുൽ പഞ്ചോലി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തത്. 2 അമുസ്ലിങ്ങൾ, ഒരു പ്രൊഫഷണൽ വ്യക്തി എന്നിവരെ ബോർഡിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതി വഖഫ് ബോർഡിന്റെ പ്രവർത്തനം നിർത്തിവെച്ചത്. ഈ നടപടിയാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. മുതിർന്ന അഭിഭാഷകനായ പി വിൽസനാണ് വഖഫ് ബോർഡിന് വേണ്ടി ഹാജരായത്. 8 അംഗങ്ങളെ മുൻപ് തന്നെ നിയമിച്ചിട്ടുണ്ടെന്നും പ്രായോഗിക ബുദ്ധിമുട്ടുകളാലാണ് മറ്റുള്ളവരെ നിയമിക്കാൻ വൈകിയതെന്നും അദ്ദേഹം വാദിച്ചു. ബാർ കൌൺസിൽ മെമ്പറായ ഒരാളെ നിയമിക്കണമെന്ന ചട്ടം എന്നാൽ ബാർ കൌൺസിൽ തെരഞ്ഞെടുപ്പിന് നടന്നിരുന്നതിനാൽ അതിന് സാധിച്ചില്ല എന്ന് അഭിഭാഷകൻ അറിയിച്ചു. റംസാൻ മാസമായതിനാൽ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നത് ബോർഡിന്റെ കാര്യങ്ങളെ ബാധിക്കുമെന്നും അഭിഭാഷകൻ പറഞ്ഞു. ജനുവരി 8 മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട് വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. AI ഉച്ചകോടി നടത്തിപ്പിനെതിരെ കോൺഗ്രസ് രൂക്ഷ വിമർശനം തുടരവെ ഉച്ചകോടിയെ പിന്തുണച്ച് ശശി തരൂർ MP. ഉച്ചകോടി വളരെ മികച്ചതാണെന്നാണ് തരൂരിന്റെ അഭിപ്രായം. എന്നാൽ AI ഉച്ചകോടിയുടെ സംഘാടനത്തിൽ പാളിച്ചയും ഗൽഗോട്ടിയ സർവകലാശാലയുടെ ചൈനീസ് റോബോ നായയും വരെയുള്ള വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച രൂക്ഷ വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും കോൺഗ്രസ് ഉന്നയിക്കുന്നത്. AI ഉച്ചകോടിയിൽ ചൈനീസ് റോബോട്ടുകളെ ഇന്ത്യൻ നിർമ്മിത റോബോട്ടുകളായി പ്രദർശിപ്പിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. ഇതിനിടെയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി ശശി തരൂർ എത്തിയത്. ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം, എന്നാൽ ഉച്ചകോടി വളരെ മികച്ചതാണെന്നാണ് ശശി തരൂരിന്റെ പ്രതികരണം. AI രംഗത്ത് മുന്നേറ്റവും ലോക നേതാക്കളുടെ പങ്കാളിത്തം ഉയർത്തിക്കാണിച്ചാണ് ശശി തരൂർ AI ഉച്ചകോടിയെ പിന്തുണയ്ക്കുന്നത്. പ്രതിരോധ രംഗത്തെ സമീപനത്തിൽ സർക്കാരിനൊപ്പമാണെന്നും തരൂർ അഭിപ്രായപ്പെട്ടു. രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയുമായി പാർലമെന്റ് വെച്ചുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശശി തരൂർ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന പ്രതികരണങ്ങൾ നടത്തിയിരുന്നില്ല. വസ്തുതാവിരുദ്ധമായ കണക്കുകളും വിദ്വേഷ പ്രചരണവും നടത്തുന്ന കുപ്രസിദ്ധി നേടിയ കേരള സ്റ്റോറി എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗത്തിനെതിരെ വ്യാപക വിമർശനമുയർന്നു. ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഹർജിയും വന്നിട്ടുണ്ട്. കണ്ണൂർ ചിറ്റാരപ്പമ്പ് സ്വദേശി ശ്രീദേവ് നമ്പൂതിരിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഹർജിയിൽ സെൻസർ ബോർഡിന് ഹൈക്കോടതി നോട്ടീസ് നൽകി. നിർമ്മാതാക്കളായ സൺഷൈൻ പിക്ചേഴ്സിന് മറുപടി നൽകണം. ഹർജി ഹൈക്കോടതി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. 2023 പുറത്തിറങ്ങിയ കേരള സ്റ്റോറിയുടെ 1ാം ഭാഗം വലിയ വിവാദത്തിന് ഇടയാക്കിയിരുന്നു. ചിത്രത്തിന്റെ 2ാം ഭാഗത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. കേരളത്തെ മോശമായി ചിത്രീകരിക്കുകയും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ആവർത്തിക്കുകയുമാണ് ഈ 2ാം ഭാഗം ചെയ്യുന്നതെന്നാണ് കമന്റുകൾ. ഇത്തരം പ്രൊപ്പഗൻഡ സിനിമകൾ കൊണ്ട് കേരളത്തിന്റെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെയും മനുഷ്യാവകാശ ബോധത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും തകർക്കാനാകില്ല എന്നാണ് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിക്കുന്നത്. ഇതിനു പുറമെ ട്രെയിലറിലെ ഒരു സീനിന് മലയാളികളുടെ കയ്യിൽ നിന്ന് കണക്കിന് ട്രോളുകളും ലഭിക്കുന്നുണ്ട്. ചിത്രത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഒരു വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിനെതിരെ വിദ്വേഷം വിതയ്ക്കാനും നമ്മുടെ മതനിരപേക്ഷ പാരമ്പര്യത്തിൽ അവഹേളിക്കാനും ലക്ഷ്യമിട്ട് നിർമ്മിക്കപ്പെട്ട കേരള സ്റ്റോറി എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗം പുറത്തിറങ്ങുന്ന വാർത്ത ഗൌരവത്തോടെ കാണേണ്ടതാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു.
കായിക വിശേഷങ്ങൾ. ഏറെ അനിശ്ചിതങ്ങൾക്കും ബഹിഷ്കരണ ഭീഷണിക്കും പിന്നാലെ അരങ്ങേറിയ T20 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം കാഴ്ചക്കാരുടെ എണ്ണത്തിൽ സർവകാല റെക്കോർഡിൽ. ഏറ്റവും കൂടുതൽ ആളുകൾ ലൈവായി കണ്ട T20 ലോകകപ്പ് പോരാട്ടം എന്ന റെക്കോർഡ് കൊളംബോയിൽ അരങ്ങേറിയ മത്സരം സ്വന്തമാക്കി. ഏതാണ്ട് 16 കോടിയിലധികം ആരാധകരാണ് മത്സരം തത്സമയം കണ്ടത്. 2024 ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ഫൈനൽ പോരാട്ടമായിരുന്നു ഇതുവരെ റെക്കോർഡ് വ്യൂവർഷിപ്പിന് മുന്നിൽ നിന്നത്. ആ റെക്കോർഡാണ് ഇത്തവണ ഇന്ത്യ പാക് ബ്ലോക്ക് ബസ്റ്റർ മറികടന്നത്. ലോകകപ്പിന്റെ ഔദ്യോഗിക മീഡിയ അവകാശം സ്വന്തമാക്കിയ ജിയോ സ്റ്റാർ ആണ് കണക്കുകൾ പുറത്തുവിട്ടത്. 2024 അരങ്ങേറിയ ഇന്ത്യ പാക് പോരാട്ടത്തെക്കാൾ കാഴ്ചക്കാർ ഇത്തവണ പോരാട്ടത്തിനുണ്ട്. 56% വളർച്ചയാണ് ഇക്കാര്യത്തിൽ വന്നത്. മത്സരത്തിൽ ഇന്ത്യ ആവേശകരമായ വിജയമാണ് സ്വന്തമാക്കിയത്. 61 റൺസിന്റെ മിന്നും ജയമാണ് ഇന്ത്യ പിടിച്ചെടുത്തത്. UEFA ചാമ്പ്യൻസ് ലീഗിൽ റിയൽ മാഡ്രിഡ് 1-0 ബെനിഫിക്കയെ പരാജയപ്പെടുത്തി. PSG 3-2 മൊണോക്കയെ പരാജയപ്പെടുത്തിയപ്പോൾ ന്യൂക്കാസിൽ 6-1 ഖൊറോബാഗിനെ പരാജയപ്പെടുത്തി. അതേസമയം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആഴ്സണൽ ദുർബലരായ വൂൾസിനോട് 2-2 സമനിലയിൽ പിരിയുകയുണ്ടായി. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ.